ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നാണ് നോക്കുന്നത്. അതായത് എല്ലാ വർഷവും ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ എനർജി ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ടാരോട്ട് യൂസ് ചെയ്തിട്ട് അതുപോലെ ഈ 2026 അവരുടെ എനർജി എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് റീഡിംഗ് കാണാനായിട്ട് ഒന്നിൽ കൂടുതൽ റീഡിംഗ് കാണാൻ സാധിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഓരോ വർഷത്തെ എനർജിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്നത്തെയും പോലെ നിങ്ങൾക്ക് 3 ചാംസ് ഉണ്ട്. ഇതിലൊന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കാം. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ക്യാപ്ചർ ക്ലൂസും മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം എന്നാണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ 2026 എനർജി എന്താണ്. ഓക്കെ, അവർ ഈ ഒരു ഇയറിലേക്ക് എത്തിയപ്പോൾ അവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ഒറക്കിൾ മെസ്സേജസ്, ചാനൽ മെസ്സേജസ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ഫ്യൂച്ചർ സ്പൗസ്, അവർ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്. അവർ ഇമോഷണലി അവൈലബിൾ ആയിട്ടാണ് കാണുന്നത്. കാരണം ക്യൂൺ ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് അവരിൽ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. വളരെ ഒരു ജെന്റിൽ ആയിട്ട്, ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന, വളരെ കമ്പാഷനേറ്റ്, കെയറിംഗ് ആയിട്ടുള്ള, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, ക്യൂൺ ഓഫ് കപ്സ്. താങ്ക് യു. വാവ്, അതോടൊപ്പം തന്നെ ഹെൽത്തി ബൗണ്ടറീസ് ഉള്ള. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഇമോഷണലി അവൈലബിൾ ആകുക, ഇമോഷണലി സ്റ്റേബിൾ ആകുക എന്നതിനപ്പുറം അവര് വളരെ സ്ട്രോങ് ബൗണ്ടറി ഉള്ള ഒരാളാണ്. ഓക്കെ, നോ പറയുന്നിടത്ത് നോ പറയാൻ പറ്റുന്ന, അനാവശ്യമായിട്ടുള്ള എനർജീസിനെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന, ഓക്കെ, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അവർക്കറിയാം അവർ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, എന്തിനൊക്കെയാണ് അവരുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. അതനുസരിച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. വളരെ ബ്രേവ് ആണ്. ഓക്കെ, അവർക്കിപ്പോൾ വളരെയധികം ധൈര്യം, അവരുടെ മനസ്സിന്റെ ധൈര്യം വളരെയധികം കൂടിയിട്ടുള്ളതായിട്ട് കാണുന്നു. വളരെ ഇൻഡിപെൻഡന്റ് ആണ്. ഒരിക്കലും ഒരു ബയാസ്ഡ് എനർജി ഇല്ല. ഓക്കെ, ക്ലിയർ ബൗണ്ടറീസ് ഉണ്ട്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ ഒരു ബയാസ്ഡ് എനർജി ഇല്ല, ഒന്നിനോടും ഒരു ചായ്വ് അങ്ങനെയില്ല. എന്താണോ യാഥാർത്ഥ്യം, എന്താണോ റിയാലിറ്റി, അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക, അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അനാവശ്യമായിട്ടുള്ള സോഫ്റ്റ് കോർണേഴ്സ് ഒന്നും ഇല്ല. ഇൻഡിപെൻഡന്റ് എനർജിയാണ്. അപ്പൊ എനിക്കൊരു റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നില്ല. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു എനർജിയാണ്. ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഫൈനാൻഷ്യലി അവർ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, അപ്പൊ അവരൊരു ലൈഫ് എൻജോയ് ചെയ്ത് ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ വളരെയധികം ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത്, ഓക്കെ, അതുപോലെ ജീവിതത്തില് യൂണിവേഴ്സ് ഓരോ അനുഭവങ്ങളിലൂടെ നൽകുന്ന പാഠങ്ങളെ ഉൾക്കൊണ്ട് അങ്ങനെ അറിവുകൾ നേടി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. കൂടുതലും സ്പിരിച്വൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടും കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞു പോയ പല കാര്യങ്ങളോടും ഒരു ഫൊർഗീവ്നെസ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ ഈ റിലീസിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുന്നതിനും അത് റിലീസ് ചെയ്യുന്നതിനായിട്ട് അവർ ഈ ഫൊർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, എന്തെങ്കിലും ഒരു ഹീലിംഗ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ അവർ മൂവ് ഓൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപാട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നില്ല. ഓക്കെ, വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലൈഫില് പുതിയ കാഴ്ചപ്പാട്, പുതിയ വിശ്വാസങ്ങള്, ഓക്കെ, അവർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇൻസൈഡ് ഔട്ട് അവര് ലോകത്തെ നോക്കിക്കാണുന്ന, ജീവിതത്തെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ ഒരു പ്രണയം എന്നൊരു കൺസെപ്റ്റിനെ നോക്കിക്കാണുന്ന രീതിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരു അടിമുടി വ്യത്യാസം എന്ന് പറയില്ലേ, അപ്പൊ അവർ എക്സ്റ്റേണൽ അപ്പിയറൻസിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കും. വളരെ ഒരു സറണ്ടേർഡ് എനർജിയാണ്, അതായത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരങ്ങനെ എന്താ,
ഒന്നിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവരുടെ ലൈഫ് എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അത് അങ്ങനെ അതിൽ ആക്സെപ്റ്റ് ചെയ്താൽ ലഭിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല എക്സ്പീരിയൻസ്, ബ്ലെസ്സിങ്സ് അതിലൊക്കെ എന്താ പറയണ്ടേ, ഹാപ്പി ആയിക്കൊണ്ട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി. ഒരു തരത്തിലും ഒരു ലൈഫിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. യെസ്, വാവ്. ഡിവൈൻ അലൈൻമെന്റ് ആണ്. എനിക്ക് തോന്നുന്നത് അവരുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന ഒരു അലൈൻമെന്റ് ആണ്. നമുക്ക് ക്യൂൺ ഓഫ് കപ്സും ഇപ്പൊ കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇമോഷണലി അവൈലബിൾ ആണ്, പക്ഷെ ഇമോഷണലി വൾണറബിൾ അല്ല. മനസ്സിലായോ? അവർ ഇമോഷണൽ സൈഡ് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളത്, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല എല്ലാ സിറ്റുവേഷൻ, എല്ലാ സന്ദർഭങ്ങളിലും ഇമോഷണലി അല്ല അതിനെ നോക്കി, ഇമോഷണലി അല്ല ആ സിറ്റുവേഷനിൽ ഇടപെടുന്നതും ഒക്കെ. ഓക്കെ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് എവിടെയാണോ അവരുടെ ലോജിക്കൽ സൈഡ് അവർ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അത് അപ്ലൈ ചെയ്യുന്നു. എവിടെയാണോ ഇമോഷണലി അവർ ചിന്തിക്കേണ്ടത് അവിടെ ഇമോഷണലി അവർ ചിന്തിക്കുന്നു. അങ്ങനെ അപ്പൊ കൃത്യമായിട്ട് അവിടെ ഒരു ബോധ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇമോഷണലി വൾണറബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും, അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്തിലും ഏതിലും ഇമോഷൻസ് വെച്ച് ചിന്തിച്ച് ഇമോഷൻസിന്റെ ബേസിൽ റിയാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പൊ അവിടെ നമുക്കൊരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി, ഈ ജന്മം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി അവൈലബിൾ ആണോ? അതെ, അവർ ഇമോഷണലി അവൈലബിൾ ആണ്, പക്ഷേ വളരെ സ്റ്റേബിൾ ആണ്, ബാലൻസ്ഡ് ആണ്. ഓരോ സന്ദർഭങ്ങളിലും അവരുടെ ഇമോഷൻ സൈഡാണോ അവർ ഫോക്കസ് ചെയ്യേണ്ടത്, അവരുടെ ലോജിക്കൽ സൈഡിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യമുണ്ട്. ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി അവർ അറ്റൈൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. അവർ തോട്ട്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന, എന്തിലേതിലും ഭയക്കുന്ന ഒരു ആൻസൈറ്റി അതൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഓക്കെ, അവര് അതിൽ നിന്നൊക്കെ ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ പാസ്റ്റിലത്തെ ഗുഡ് മെമ്മറീസ് മാത്രമാണ് ഇപ്പോൾ ചെറിഷ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്റ്റ് മെമ്മറീസ് ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, അവര് അനാവശ്യമായിട്ടുള്ള മെമ്മറീസ്, ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള മെമ്മറീസ് ഒന്നും അവർ ഒട്ടും എൻകറേജ് ചെയ്യുന്നില്ല. നല്ല മെമ്മറീസിനെ മാത്രം അവർ ഇന്റൻഷനലി നല്ല മെമ്മറീസിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അവർ ഓവർ തിങ്കിങ് ടെൻഡൻസിയിൽ നിന്ന് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ടെൻഡൻസി റിലീസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് 8 ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് മാത്രമല്ല, എല്ലാ അൺവാണ്ടഡ് എനർജീസിൽ നിന്നും അവർക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള, അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അൺവാണ്ടഡ് എനർജീസിൽ നിന്നും അവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതിനൊക്കെ എന്താ പറയാ, അതിൽ നിന്നൊക്കെ അവർ മൂവ് ഓൺ ചെയ്തു. അവർക്ക് അവരുടെ ലൈഫാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. അവരവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു എന്താ പറയണ്ടേ, ലൈഫിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജിയാണ് അവർക്ക് ഇപ്പോഴുള്ളത്. അവർ ഹെർമിറ്റ് മോഡിലാണ് കേട്ടോ. ഇൻ ദ സെൻസ് അവർ ഒരു റിലേഷൻഷിപ്പിലൊന്നുമല്ല, അവർ ആക്റ്റീവ്ലി ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നതായിട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർ ഹെർമിറ്റ് മോഡിലാണ്. കൂടുതലും അവർ സ്പിരിച്വലി അവർ ഇൻക്ലൈൻഡ് ആയിട്ട് കാണുന്നു, സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് കാണുന്നു. അവരവരുടെ ആ ഒരു ഗട്ട് ഫീലിംഗ്, അവരുടെ ഇൻറ്റ്യൂഷനിലാണ് ഫോക്കസ് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നത്. അവർ വളരെയധികം മനസ്സിന് ധൈര്യവും ഉറപ്പൊക്കെ ആയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആയിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ആ ഒറ്റപ്പെടലിനെ ഭയക്കുന്നില്ല. ഒറ്റപ്പെടലിനെ ഭയക്കുക, അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് മാറി ഇപ്പോൾ ആ ഒറ്റപ്പെടൽ അവർ ആസ്വദിക്കുന്നു. ആ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ അവർ ആസ്വദിക്കുന്നു. അവരെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി അവർ അതിനെ ഉപയോഗിക്കുന്നു. കൂടുതൽ യൂണിവേഴ്സുമായി അലൈൻഡ് ആകുന്നതിനും അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്നതിനും ഒക്കെ അതിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നത്. ഇവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അവര് പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കടന്നിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലാരിഫൈ ദ നൈറ്റ് ഓഫ് വാൻസ്. യെസ്, ആ ഒരു എന്താ പറയാ ഇൻഡിസിഷൻ എനർജി ഉണ്ടായിരുന്നു. ക്രോസ് റോഡിലായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. മുന്നോട്ട് പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ ഒരു ഏത് പാത്തിലേക്ക് പോകണം, അങ്ങനെ ഒരു സ്റ്റക്ക് എനർജിയാണ്. ഓവർ തിങ്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പക്ഷെ അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ ഒരു ഭയം. ഓക്കെ, തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുമോ എന്നുള്ള ഭയം, അതൊക്കെ മാറി, ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറി അവരെ ആ ഒരു എന്താ പറയണ്ടേ, അവരുടെ ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു അഡ്വഞ്ചർ, ഒരു ന്യൂ അഡ്വഞ്ചറിലേക്ക് കാലെടുത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യെസ്, ഒരു ഫ്രീ സ്പിരിറ്റ് എനർജിയാണ്.
അപ്പൊ അവരെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷെ അവരത് അവരെ തന്നെ എന്താ പറയാ ചാലഞ്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച്, ഓക്കെ, ആ ഒരു ഡിവൈൻ പ്ലാനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാള്. പ്രസന്റ് മൊമെന്റിൽ മാത്രമേ അവരെ ഫോക്കസ് ഉള്ളൂ. ഭാവിയിൽ എന്താണ് ഇരിക്കണത്, എന്താണ് കഴിഞ്ഞു പോയത്, ഇതിലൊന്നും അവര് ഫോക്കസ് ചെയ്യുന്നില്ല. അവരെ ഫോക്കസ് കംപ്ലീറ്റ് ഫ്യൂച്ചറിലാണ്. ഓക്കെ, ഫ്യൂച്ചർ ഐ മീൻ പ്രസന്റിലാണ്. അവരെ പിന്നെയും ചിന്തിക്കുന്നത് ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടാണ്. അതായത് ഫ്യൂച്ചറിലേക്കുള്ള പ്രിപ്പറേഷൻ, അവർ ആഗ്രഹിക്കുന്ന റിയാലിറ്റിയിലേക്ക് എത്താൻ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ അതിൽ ഫിക്സേറ്റഡ് അല്ല. എന്താവും ഭാവിയിൽ പ്രസന്റ് മൊമെന്റിൽ ആസ്വദിക്കുക, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുക, മുന്നോട്ട് പോവാം. അവർ വളരെ പീസ്ഫുൾ ആണ്. അവർ ഒറ്റയ്ക്കാണ്, പക്ഷെ അവർ പീസ്ഫുൾ ആണ്. ഓക്കെ, ആ ഒരു സെൽഫ് ലവ് ജേർണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹീലിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ലൈഫിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല നല്ല സർപ്രൈസസ്, സഡൻ ഷിഫ്റ്റ്, ചിലപ്പോൾ അത് പെട്ടെന്നുള്ള മാറ്റങ്ങളായിരിക്കാം, പക്ഷെ അത് അവർക്ക് നല്ലതായിട്ടാണ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അവർക്ക് ഒരുപാട് ലൈഫിലൊരു പോസിറ്റീവ് ചാപ്റ്റർ ഓപ്പൺ ചെയ്ത എല്ലാ ലക്ഷണവും നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമാണ്. അപ്പൊ ഈ 2026 പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ്, നല്ല നല്ല എക്സ്പീരിയൻസസ്, ബ്ലെസ്സിങ്സ് ഒക്കെ സംഭവിക്കുന്നു. ഞാൻ കേൾക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം അവരെ കണ്ടുമുട്ടാം. ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങളുടെ ഹീലിംഗ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോ നമുക്ക് ഇനി അവർക്ക് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ, കറന്റ് ആ ഒരു എനർജറ്റിക്കലി ഉള്ള നിങ്ങളുടെ അവരുടെയും എനർജി വെച്ചുകൊണ്ട്, ഓക്കെ, യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അട്രാക്ഷൻ എന്നുള്ള കട കിട്ടുന്നത്. യു ആർ അട്രാക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ യുവർ ലൈഫ്. വാവ്, റൈറ്റ് പേഴ്സൺ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു നോക്കിയ സമയം 12 ആണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്പെസിഫിക് ഏഞ്ചൽ നമ്പർ ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ആ കറക്റ്റ് ടൈം, എല്ലാം ഡിവൈൻ പ്ലാൻ പ്രകാരം ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് നടക്കുന്നു. യാതൊരു തരത്തിലുള്ള ടെൻഷന്റെയും ആവശ്യം ഇല്ല. ഓക്കെ, കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്, അലൈൻമെന്റ് കൃത്യമായി സംഭവിക്കുന്നു. ആ യൂണിയനിലേക്ക് നിങ്ങൾ അടുക്കുന്നതിന്റെ എല്ലാ സൂചനകളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈൻഡിങ് ജോയ് ഇൻ സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് ജസ്റ്റ് ബീങ് ടുഗെദർ. ഓക്കെ, ഒരു യൂണിയൻ പോസിബിലിറ്റി നമുക്ക് വളരെയധികം കാണുന്നു നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി. യെസ്, ഡെഫിനറ്റ്ലി. സർപ്രൈസ്, റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ഹൊറൈസൺ, ബി ഓപ്പൺ ടു ദം. അപ്പൊ ഈ ഒരു കണക്ഷൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 2026 നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടുന്നതിനും ആ ഒരു യൂണിയൻ സംഭവിക്കുന്നതിനുമുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ കാണാനുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളും നല്ല രീതിക്ക് നിങ്ങളുടെ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. മടിയൊന്നും കൂടാതെ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ കൃത്യമായിട്ട് ചെയ്യുക. എനർജി വളരെ അനുകൂലമാണ്. ഓക്കെ, ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു ടൈമിംഗ് ഒക്കെ വളരെയധികം നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. നിങ്ങളുടെ ഭാഗത്തിന്റെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലുക്ക് ടു യുവർ ഡ്രീംസ്, ദേ ഹോൾഡ് ഓൾ ആൻസേഴ്സ് യു സീക്ക്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും, ഈ ഒരു ജേർണി, ഈ ഒരു ഡിവൈൻ യൂണിയനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ്, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും അതിനൊക്കെയുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ്, സ്വപ്നങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പൊ സ്വപ്നങ്ങൾക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. ലവ് മേ കം വിത്ത് സാക്രിഫൈസസ്, ഇവാലുവേറ്റ് വാട്ട് യു വില്ലിംഗ് ടു ഗിവ് അപ്പ്. അപ്പൊ ഇതെല്ലാവർക്കും ഉള്ള മെസ്സേജ് ആവണം എന്നില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ വാല്യൂസ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്താണോ അതില് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്തത്ര മൂല്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ടി വരാത്ത ഒരു കണക്ഷനിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏതോ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണോ നിങ്ങൾക്ക് അത്രമേൽ മൂല്യമായിട്ടുള്ള, അത്രമേൽ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്, യു നീഡ് ടു റീതിങ്ക്. അവിടെ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യണം. ഓക്കെ, ആ റിലേഷൻഷിപ്പ് അത്രയും നല്ലതായിരിക്കണം, അത്രയും ബ്യൂട്ടിഫുൾ ആകുമ്പോഴാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയും, റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യാൻ അവരൊരിക്കലും അനുവദിക്കില്ല. ഓക്കെ, അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവര് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാനാണ് ശ്രമിക്കുക. ഒരിക്കലും അതിനെ ഉപേക്ഷിച്ച് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ അവർ ശ്രമിക്കില്ല. റൈറ്റ് പേഴ്സൺ ആകുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നൽകാനുള്ള ചാനലിന്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം.
ഗ്രൂപ്പ് വണ്ണിന്റെ ഗ്രൂപ്പ് വണ്ണിൽപ്പെട്ടുള്ള കളക്ടീവ്സിന്റെ അവർ ഇതിന് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തി നൽകുന്ന ചാനൽഡ് മെസ്സേജസ് എന്താണ്? ഓക്കെ, ഒരു ഹയർ സെൽഫ്, ഫ്യൂച്ചർ സ്പൗസിന്റെ ഹയർ സെൽഫ് നൽകാൻ ആഗ്രഹിക്കുന്ന ചാനൽ മെസ്സേജ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് ഫോർ മീ, ജസ്റ്റ് പ്രസന്റ്, ഓണസ്റ്റ് ആൻഡ് വില്ലിംഗ്. പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കേണ്ടെന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളായിരിക്കുക, പ്രസന്റ് മൊമെന്റ് ആയിരിക്കുക, ഓണസ്റ്റ് ആയിരിക്കുക. ഓക്കെ, ആൻഡ് വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് എഫേർട്ട്. ആ റിലേഷൻഷിപ്പിലാവുമ്പോൾ അതിനെ ബ്യൂട്ടിഫുൾ ആക്കാനും എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ റിലേഷൻഷിപ്പിനോട് നിങ്ങൾ ഓപ്പൺ ആയിരിക്കണം. അത്രേ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആഗ്രഹിക്കുന്നുള്ളൂ. പെർഫെക്റ്റ്, ആ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ക്രൈറ്റീരിയ വെച്ച് അതിലേക്ക് മാറാനായിട്ടുള്ള ഒരു ഫോഴ്സിങ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയണം. ഓക്കെ, the love you are learning to give yourself is the same love I will mirror back to you. Self love. Okay, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കുന്നു, ആ സ്നേഹം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുക എന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളോട് പറയാണ്. ഓക്കെ, അപ്പൊ ആ സെൽഫ് ലവ് ജേർണിയിൽ ആയിരിക്കുന്നവർക്കുള്ളതാണ് ഈ ജേർണി, ഈ ഒരു പ്രത്യേക പർട്ടിക്കുലർ മെസ്സേജ്. അപ്പൊ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ, ബി ഇൻ ദാറ്റ് സെൽഫ് ലവ് ജേർണി, ഗീവ് ദാറ്റ് ലവ്, ദാറ്റ് കെയർ, ദാറ്റ് കമ്പാഷൻ യു വാണ്ട് to receive from your partner. നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾ സ്വയം നൽകുക. അങ്ങനെ നൽകാൻ പഠിക്കുക. കാരണം അത് തന്നെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് നൽകുക. ഓക്കെ, you might feel me withdrawing energetically. It's because I am battling my own demons. അപ്പോൾ ഒരു ഹീലിംഗ് എനർജിയുടെ കാണുന്നു ഇവിടെ. അപ്പൊ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എനർജിയിൽ ഒരു എനർജറ്റിക്കലി, ഓക്കെ, നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ സ്പിരിച്വലി കുറച്ച് അവെയർ ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എനർജി വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില സമയങ്ങളിൽ അവരുടെ എനർജി കുറച്ച് എന്താ പറയാ, ഒരു ഡിസ്റ്റൻസിൽ തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ പറയണത് അവർ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സമയത്ത് അവരുടെ ഉള്ളിലത്തെ ഡീമൻസ്, ആ ഒരു നെഗറ്റീവ് എനർജീസ് വളരെ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു, ആ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഹീലിംഗ് ആക്റ്റീവ്ലി നടക്കുന്നുണ്ട് എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഐ ഹാവ് പുഷ്ഡ് ലവ് അവേ ബിഫോർ ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ ഹൗ ടു റിസീവ് ഇറ്റ് വിതൗട്ട് ലൂസിങ് മൈസെൽഫ്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ മുൻപ് കാണുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം, കണ്ടുമുട്ടുന്നതിന്. ഓക്കെ, അന്ന് നടക്കാതെ പോയത് അവർ ഹീൽഡ് അല്ലാത്തത് കൊണ്ടാണ്. I run from the intensity of this connection because it feels like losing my identity again. ഇപ്പൊ ഒരു മുൻപ് നിങ്ങൾ തമ്മിൽ ഒരു യൂണിയനിൽ എത്തേണ്ട അല്ലെങ്കിൽ എത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ മെസ്സേജസ്. അന്ന് അവർ ഇനീഷ്യേറ്റ് എടുത്തിട്ടില്ല, അവരതിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് അന്ന് ആ കണക്ഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനിലേക്ക് അവർ വന്നു ചേർന്നില്ല, അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടും എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അത് ഹീൽഡ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഭയം വന്നിരുന്നത് കേട്ടോ. You are teaching me lessons I once refused to learn. That's why I feel restless. Okay. ചിലപ്പോ ചിലവർക്ക് ഇതില് ഒരു പക്ഷെ നിങ്ങൾ എനർജറ്റിക്കലി കണക്ട് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുൻപ് ഒരു യൂണിയൻ, ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ യൂണിയൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പ്രത്യേകം പറയണത്. ആ ഒരു സമയത്ത് ഈ വ്യക്തി വല്ലാതെ ട്രിഗേർഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പ്രസൻസിൽ. നിങ്ങളുടെ വേ ഓഫ് ലിവിങ്, നിങ്ങൾ എന്ന വ്യക്തി, ഓക്കെ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇടപഴകൽ, നിങ്ങളുടെ ഇന്ററാക്ഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളായി തന്നെ ജീവിക്കുന്ന രീതി, അത് അവർ ഒരുപാട് ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അവർ ഒരുപാട് പാഠങ്ങൾ അതായത് അവരെ അവോയ്ഡ് ചെയ്ത കുറെ ലൈഫ് ലെസൺസ് ഉണ്ട്. അതാണ് നിങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ആ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് സ്പെസിഫിക്കലി അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ലിങ്കർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഇതിന് മുൻപ് ആ യൂണിയൻ നടക്കേണ്ടിയിരുന്ന ആ ഒരു സമയത്ത് അവർ വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു നിങ്ങളുടെ പ്രസൻസിൽ. കാരണം അവർ അത്രമേൽ ട്രിഗേർഡ് ആവുമായിരുന്നു. ഓക്കെ, അപ്പൊ അത് ശരിക്കും അഡ്മിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഹയർ സെൽഫ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എല്ലാം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ.
ഓക്കെ, നമുക്ക് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 25th. ഇതില് അവരുടെ ജനന തീയതി ഉണ്ടാവാട്ടോ. മാത്രമല്ല തീയതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സമയോ ഒക്കെ ആകാം. ഓക്കെ, 12, 23, 20. ഓക്കെ, ഇനി നമുക്ക് നാളുകൾ കിട്ടിയിട്ടുണ്ട്. ചതയം, മകം, ഉത്രാടം. ഓക്കെ, ഇതാണ് നാളുകൾ കിട്ടിയിട്ടുള്ളത്. കർക്കടകം കിട്ടിയിട്ടുണ്ട്. കർക്കടക മാസം ഇമ്പോർട്ടന്റ് ആയിരിക്കാം, നോട്ട് ചെയ്ത് വെക്കാം. മകരം രാശി കിട്ടിയിട്ടുണ്ട്. മകരം രാശിയും ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മലയാള അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് അവരുടെ പേരിന്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാം. ധ, ഋ, ഭ, എൻ. ഓക്കെ, ചില്ലക്ഷരാണ് കിട്ടിയിട്ടുള്ളത്, എൻ. ഓക്കെ, ഇനി ഇവിടെ വെക്കാം. അപ്പൊ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ള ലെറ്റേഴ്സ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ നമ്മളിവിടെ പ്യോർലി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ കറണ്ട് എനർജി എന്താണെന്ന് മാത്രമാണ് നോക്കുന്നത്. നമ്മൾ ഇനി ഈ ഒരു വർഷം നിങ്ങളുടെ ഒരു ഡിവൈൻ യൂണിയൻ പോസിബിലിറ്റി ഉണ്ടോ, നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും വെച്ചുകൊണ്ട് അതിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഒരു റീഡിംഗ് പിന്നീട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയൊരു സർവീസ് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്ന ഒരു ടോപ്പിക്കിൽ റീഡിംഗ് നൽകുന്നുണ്ട്. ഓക്കെ, അത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് 2ാമത്തെ ദിവസം തന്നെയാണ് ലഭിക്കുക. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ട്രയഡ്സ്, ഫിസിക്കൽ ട്രയഡ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ അതുപോലെ അവരുടെ കരിയർ ഏത് മേഖലയിലാകാനാണ് സാധ്യത, ആ കരിയറിൽ അവരുടെ ഒരു കറന്റ് പെർഫോമൻസ് എന്താണ്, അതുപോലെ ഫസ്റ്റ് മീറ്റ് നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഏത് സാഹചര്യത്തിൽ ഏത് സമയം ഒക്കെ ഒരു സാധ്യത സമയങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി ഫസ്റ്റ് മീറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മീറ്റിന്റെ ഒരു പോസിബിൾ ടൈം ഫ്രെയിം, പിന്നെ ടൈപ്പ് ഓഫ് മാരേജ് എങ്ങനെയായിരിക്കും, ഓക്കെ, പിന്നെ മാരേജ് നടക്കാനുള്ള സമയം, പോസിബിൾ ടൈം ഫ്രെയിം, എഗെയിൻ ക്യാപ്സൂൾ ക്ലൂസ് ഉണ്ടായിരിക്കും, പിന്നെ ഈ പറയുന്ന പോലെ ചാനൽഡ് മെസ്സേജസ് ഉണ്ടായിരിക്കും. പിന്നെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് യൂണിവേഴ്സിന്റെ ഗൈഡൻസ്, എങ്ങനെ ഈ വ്യക്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഇൻ ദ സെൻസ് നമുക്കൊരു നമ്മളിങ്ങനെ ലോട്ട് ഇട്ട് എടുക്കുക ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ലോട്ട് ഇട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത് ഏറ്റവും എഫക്റ്റീവ് ആകുന്നത് ഏത് മെത്തേഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആ ലോട്ട് ഇട്ട് എടുക്കുന്നതിൽ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ അതിൽ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒന്നും ഞാൻ സ്വയം കണ്ടെത്തിയതല്ല. ഓക്കെ, അതിൽ ഞാൻ റെഫർ ചെയ്ത് കണ്ടെത്തിയതുണ്ടാവും, എനിക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കണ്ടെത്തിയതുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് ഞാൻ ആദ്യമേ ഡിസ്ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ആയിരിക്കുക. താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ നോക്കിയാലോ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അത് സ്പെസിഫിക് ടൈം ഫ്രെയിമിലേക്ക് ഉള്ളതല്ല, അതൊരു പുതിയ സർവീസ് ആണ്. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ സ്പൗസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് എന്താ പറയണ്ട റീഡിങ്സ് പലരും എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീഡിംഗ് കൊടുക്കാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ കറണ്ട് എനർജി എന്താണ്, 2026 എത്തി നിൽക്കുമ്പോൾ അവരുടെ എനർജി എന്താണ്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ അവർ ഈ ജന്മ വിവാഹം ചെയ്യുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. ഓക്കെ, അവർക്കൊരു ഹീൽഡ് എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ അവർ വെച്ച് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു
ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ്. അപ്പൊ ഇവിടെ ജെൻഡർ നോക്കണ്ട കേട്ടോ, എനർജിയാണ് നമ്മൾ പറയുന്നത്. ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ് അവരായിരിക്കുന്നത്. വളരെ നർച്ചറിങ്ങും കെയറിങ്ങും ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, അവർക്ക് അവരിൽ തന്നെ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കില്ല. ഒന്നിന്റെയും പിറകെ പോകുന്ന ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടായിരിക്കില്ല. അവർക്ക് എന്താണോ വേണ്ടത് കൃത്യസമയത്ത് അവരുടെ ലൈഫിലേക്ക് എത്തിച്ചേരും എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ഒരു ഇന്റൻഷൻ, അവരുടെ ആഗ്രഹങ്ങൾ അവർ യൂണിവേഴ്സിൽ അറിയിക്കുന്നു. പക്ഷെ അത് എന്ന് നടക്കും, എപ്പോ നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്, എങ്ങനെ നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അവര് അനാവശ്യമായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ചൊന്നും ഇരിക്കുന്നില്ല. അവർക്ക് അറിയാതെ കൃത്യസമയത്ത് യൂണിവേഴ്സ് നടത്തി തന്നിരിക്കും, ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തി തന്നിരിക്കും എന്നുള്ള ഒരു ബോധ്യമുള്ള ആളുകളാണ്. വളരെയധികം സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആണ് അവരുടെ ലൈഫിൽ. ഒരു അബണ്ടന്റ് എനർജിയാണ് അവർക്കുള്ളത്. എംപ്രസും ക്യൂൺ ഓഫ് പെന്റക്കിൾസും ആണ് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായിട്ടൊരു ഉന്നതി അവരുടെ ജീവിതത്തിൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ പൈസ ഇങ്ങനെ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, മണി മാഗ്നറ്റ് എനർജി അവർക്കുണ്ട്. ഒരു അബണ്ടൻസ് എനർജി അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ജൂപ്പിറ്റർ അവരുടെ ഫേവർ ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടത്. ഓക്കെ, അവര് ഈ പറഞ്ഞ പോലെ വളരെ ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്. അവര് ഈ ഒരു മൊമെന്റിനെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. വളരെ മെച്ചോർ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല വളരെ എന്താ പറയാ, ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത്, ചിലപ്പോൾ ഫൈനാൻസ് ഏരിയയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഫൈനാൻസ് മാറ്റേഴ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഒക്കെ വെച്ചുകൊണ്ട് ലൈഫ് കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാള്. യെസ്, ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഹ്യൂജ് ഗ്ലോ അപ്പ് തന്നെയാണ് നമുക്ക് ഈ സ്പ്രെഡിലൂടെ കാണാൻ പറ്റുന്നത്. അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. 2026 എത്തി നിൽക്കുമ്പോൾ 2025 തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയും അവരിപ്പോഴത്തെ വെർഷനും തമ്മിൽ ഒരു തരത്തിലുള്ള കണക്ഷൻ അല്ലേ. ഓക്കെ, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ്. അത്രയും വ്യത്യാസം അവർക്ക് വന്നിട്ടുണ്ട്. അവർ വളരെ ഒരു സ്ട്രോങ് ബ്രേവ് ആയിട്ടുള്ള പേഴ്സൺ, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. കാര്യമായ ഒരു ഗ്ലോ അപ്പ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. പിന്നെ ലൈഫിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ലൈഫിൽ ഇനി വരുന്ന എല്ലാ മാറ്റങ്ങളെയും അത് എംബ്രേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ള അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തെടുക്കാൻ അവർക്കൊരു മടിയില്ല. ഓക്കെ, അപ്പൊ അവര് റെഡിയാണ്, മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പേഴ്സൺ. യപ്പ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് മാറ്റേഴ്സിൽ ഒരു മാറ്റങ്ങളെയൊക്കെ എന്താ പറയണ്ടേ, ആ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു അതിൽ. അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുക, ഒരാളെ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പം നമുക്ക് അത് കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അവർ കരകയറിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് എന്താ പറയാ, ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ഓക്കെ, പക്ഷെ ആ റിലേഷൻഷിപ്പ് അവർ വിചാരിച്ച പോലെ അത് പ്രോഗ്രസ് ആയിട്ടില്ല. അതിൽ നിന്ന് അവർക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ അവർ ഓവർകം ചെയ്തതായിട്ട് കാണുന്നു. ഓക്കെ, അവര് യൂണിവേഴ്സിൽ വിശ്വസിച്ച് അവർ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒന്നും ഇപ്പോഴും അവർക്കില്ല. അവർ അതിൽ നിന്നൊക്കെ ഹീൽഡ് ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ പെർസ്പെക്റ്റീവ് തന്നെയാണ് മാറിയത്. അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആകാതിരുന്നത് എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് നല്ലതായിരുന്നെങ്കിൽ അത് ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ആകുമായിരുന്നു. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അതാണ് യൂണിവേഴ്സിന്റെ ലൈഫിലേക്ക് നൽകുക. അല്ലാത്തതിനെയൊക്കെ യൂണിവേഴ്സ് തട്ടിമാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവാഞ്ഞത് എന്ന രീതിയിലേക്ക് അവരുടെ ചിന്താഗതിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ അറിയാം അവരുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസിൽ വന്നിട്ടുള്ള ഡിഫറൻസ്. അഗെയിൻ വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അവരുടെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. സെൽഫ് ലവ് ജേർണിയിലായിരിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്. അവരെടുത്തിട്ടുള്ള എഫേർട്ടിന്, ഓക്കെ, അവര് നൽകിയിട്ടുള്ള സ്നേഹത്തിന്, ഏതൊരു റിലേഷൻഷിപ്പിലും അവരെങ്ങനെയാണോ അവരെപ്പോഴും ഒരു 100% ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ അധികം ആ ഒരു സ്നേഹമൊക്കെ വളരെയധികം എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവർക്ക് ശരിക്കും സ്നേഹമുള്ളവരുടെ അടുത്ത് അവരത്രയും അവർക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ എഫേർട്ട് എടുക്കുന്ന എനിക്കും എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആള് എൻ്റെ ലൈഫിൽ ഇനിയും എനിക്കും നല്ല നല്ല ബന്ധങ്ങളാണ് ഉണ്ടാവുക, നല്ല റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. ഏതൊരു ആസ്പെക്റ്റിലും, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയിൽ ആയിക്കോട്ടെ, എല്ലാവരും എന്താ പറയാ, എന്നെ അർഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുക. എനിക്ക് അർഹിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലൊക്കെ എനിക്ക് ലഭിച്ചിരിക്കും. എസ്പെഷ്യലി പാർട്ട്ണറിന്റെ ബേസിലാണ് പറയുന്നത് കേട്ടോ. ഫ്യൂച്ചർ സ്പൗസിന്റെ ബേസിലാണ് അവരുടെ ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. കാരണം അവർ അതുപോലെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. എപ്പോഴും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലുള്ള അവരുടെ ആ ഒരു സ്നേഹം, കരുതൽ, അത് വളരെ പ്യുവർ ആണ്, വളരെ വാല്യുബിൾ ആണ്. അപ്പൊ അതങ്ങനെ കൊടുക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കും അത്
തിരിച്ചു ലഭിക്കും, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് എനിക്ക് എന്തായാലും റിവാർഡ് കിട്ടിയിരിക്കും എന്നുള്ള ആ ഒരു ബോധ്യം അവർക്കുണ്ട്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുഡ് ഡീഡ്സ്, നല്ലത് ചെയ്യുമ്പോൾ നല്ലത് തന്നെ നടക്കൂ എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. പിന്നെ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ്, അവർ എങ്ങനെയാണോ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കേണ്ടത് അത് ഞാൻ ആദ്യം എനിക്ക് തന്നെ നൽകണം, അപ്പോഴാണ് മറ്റുള്ളവരും അത് മിറർ ചെയ്യുള്ളൂ എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. മുൻപ് ലൈഫിൽ എന്താ പറയാ മുന്നോട്ട് പോകുന്നത്, ഇപ്പൊ ആക്ച്വലി അവർക്ക് ലൈഫിൽ ഒരു പ്രോഗ്രസ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച് അവരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതിന്റെ യാതൊരു സയൻസും അവരുടെ കൺമുന്നിലില്ല എങ്കിൽ പോലും ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കാൻ പോണേ, എപ്പോഴാണ് സംഭവിക്കാൻ പോണേ, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവർക്കറിയാം ഈ ഒരു ചേഞ്ച് അവർക്ക് ഫേവറബിൾ ആയിരിക്കും, അവർക്ക് നല്ലതായിരിക്കും. അവർ ആ ഒരു മാറ്റത്തിനെ അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും അത് അവർക്ക് നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ആ വരുന്ന മാറ്റത്തിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ക്ഷമിക്കുക. അപ്പോൾ വളരെയധികം ലൈഫിനെ എൻജോയ് ചെയ്ത് ഒരു ഭാവിയെ കുറിച്ച് ഒരു ശുഭപ്രതീക്ഷയോടെ മാത്രം നോക്കി കാണുന്ന, ഓക്കെ, ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയോടെ മാത്രമാണ് ഭാവിയെ നോക്കി കാണുന്നത്. ഓക്കെ, ചാലഞ്ചസ് ഉണ്ടാവുമോ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ലോ വൈബ്രേഷണൽ തോട്ട്സ് ഒന്നും അവർ എൻകറേജ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ലൈഫിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ്സ്, അവർക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്സ്, അംഗീകാരങ്ങൾ, ഇതിനൊക്കെ സ്വീകരിച്ച് ഈശ്വരനോട് നന്ദി പറഞ്ഞ് അങ്ങനെ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് എനിക്ക് അവരെ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്കാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ചെറിയ ചെറിയ രീതിയിലെങ്കിലും ഈ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആംപ്ലിഫൈ ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക് അവര് തയ്യാറായി, ഓൾമോസ്റ്റ് റെഡി ആയി എന്നാണ് ഞാൻ കേട്ടത്. ഓൾമോസ്റ്റ് അതിന് റെഡി ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു ഡിവൈൻ യൂണിയൻ, ആ ഒരു പേഴ്സൺ അവരെ ലൈഫിലേക്ക് എന്താ പറയാ കൊണ്ടുവരുന്നതിന് അവർ തയ്യാറാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുൻപ് ഒരു കൺട്രോളിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതെല്ലാം പോയി ആ വ്യക്തിയെ അതായത് നിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതിന് അവർ തയ്യാറാണ്. ആ മാറ്റത്തിനെ അവര് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അവരുടെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ചെയ്യുന്നു. വളരെ പേഷ്യന്റ് ആയിരിക്കുന്നതായിട്ട് കാണുന്നു. അവരിങ്ങനെ ധൃതി വെക്കുന്നൊന്നുമില്ല. അഗൈൻ നമ്മുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. അവരൊട്ടും ധൃതി വെക്കുന്നില്ല. നടക്കേണ്ട സമയത്ത് കൃത്യമായി നടന്നിരിക്കും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ അവര് എന്ത് ചെയ്യാണ്, അവരുടെ ലൈഫിൽ ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് എനർജിയിലായിരിക്കുന്നതിനും അവർക്ക് എവിടേക്കാണോ അവര് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആ മാറ്റങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതിനും മൂവ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിനും ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യുന്നതിനും അവരുടെ ചിന്താഗതിയിലും ഒക്കെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് അങ്ങനെ ഫുള്ളി അവർ അവർ സ്വയം ഫോക്കസ് ചെയ്ത് അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആ ഒരു ഡിവൈൻ യൂണിയനിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ഡിവൈൻ ടൈമിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് ടൈമിൽ അവർക്ക് എന്താ പറയണ്ടേ, അവർക്ക് കംപ്ലീറ്റ്ലി ആ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലേക്ക് ആ ഡിവൈൻ ടൈമിങ്ങിൽ എത്തിയിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ട് അവർക്ക്. ആ ഒരു വിശ്വാസത്തോടെ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടെ ഒട്ടും ധൃതി വെക്കാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ ഓഫ് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ആ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു എനർജി. വളരെയധികം എന്താ പറയണ്ടേ, അവരുടെ ആ ഒരു കിങ് ഓഫ് വാൻസ് എനർജി നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്. എന്താണോ അവർ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ നേടിയെടുത്തിരിക്കും. അവർ ഏതൊരു കാര്യത്തിന് ഫോക്കസ് ചെയ്താലും അതിൽ സക്സസ്ഫുൾ ആയിരിക്കും എന്ന ഒരു സ്ട്രോങ് കോൺഫിഡൻസ് അവർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
അവരുടെ ലൈഫിൽ ഇപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അവർക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ, അവരുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് അവരുടെ സുഹൃത്തുക്കളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുമായിട്ട് സമയം പങ്കിടുന്നു. അങ്ങനെ അവരെ ആ ഒരു ഹീലിംഗ് എനർജിയാണ്, റിക്കവറിങ് ആണ്. കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന റിയാലിറ്റി അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പെട്ടെന്നാണ് ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മൂവിങ് ഓൺ എനർജി. കുറെ നാളൊന്നുമില്ല, അവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാണ്. ഇപ്പം അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒക്കെ എന്താ പറയാ, ഇപ്പൊ തകർന്നു പോയ ചില കണക്ഷൻസ് ഉണ്ടായിരിക്കും. അവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു. പുതിയതായി വരുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ കണക്ഷൻസ് ഉണ്ട്, അതിനെ അവർ എംബ്രേസ് ചെയ്യുന്നു. ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വളരെ പ്രൊട്ടക്റ്റീവ് ആണ് അവര്, അവരുടെ എനർജീനെ സംബന്ധിച്ച് സ്ട്രോങ് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ അവര് ഈ പറയുന്ന പോലെ അവരുടെ വാല്യൂസ് എന്താണോ, അവരുടെ പ്രിൻസിപ്പിൾസ് എന്താണോ, അതൊക്കെ മുറുകെ പിടിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്താ, നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ്, അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെച്ചുകൊണ്ട് ആ പ്രൈവസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അവര് ജീവിക്കുന്നത്. ആരോട് എന്തൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്, ഷെയർ ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. അതുപോലെ അവരുടെ ഗട്ട് ഫീലിംഗ് അവർ വളരെയധികം വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ചാലഞ്ചിങ് സിറ്റുവേഷന് ശേഷം ലൈഫിലേക്ക് ഒരു ബാലൻസ്, ഹാർമോണിയസ് എനർജിയിലേക്ക് അവർ ആവുകയാണ്. അപ്പൊ ഒരു ചാലഞ്ച് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കടന്നിട്ടേ ഉള്ളൂ ആ ഒരു എനർജി എനിക്ക് കിട്ടണേ. ഓക്കെ, ലൈഫിലൊക്കെ ഒരു സമാധാനവും ഒരു എന്താ പറയുക സന്തോഷവും ഒരു ബാലൻസും ഒക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യെസ്, അണ്ടർലൈങ് എനർജി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കപ്സ് ആണ്. നമുക്ക് ക്യൂൺ ഓഫ് കപ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറെ കൂടെ ഒരു ബാലൻസ്ഡ് ആവുന്നു, ഇമോഷണലി മാത്രമല്ല എനർജറ്റിക്കലി, മൊത്തം എല്ലാ ഏരിയയിലും അവർക്കൊരു ബാലൻസ്ഡ് എനർജി അവര് എക്സ്പീരിയൻസ് ചെയ്യാണ്, അവർക്കുള്ളിലും അവരുടെ ഔട്ട്സൈഡ് വേൾഡിലും എല്ലാം. അപ്പൊ അങ്ങനത്തെ ഒരു സമയമാണ്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അവരുടെ ലൈഫിൽ അവരെടുക്കാൻ ഇരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്, ഒരു ടേൺ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ നമുക്ക് ഇപ്പോൾ നടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് അവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറക്കിൾ മെസ്സേജസ്. ഓക്കെ, ഫസ്റ്റിനെ കിട്ടിയിട്ടുള്ളത് ദ എക്സ് എന്നുള്ള കാർഡാണ്. ഹീലിംഗ് ഫ്രം ദ പാസ്റ്റ്, ഹാർട്ട് ബ്രേക്ക് ടേക്സ് ടൈം, ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളും ഒരു ഹാർട്ട് ബ്രേക്കിൽ എന്താ പറയണ്ടേ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൃതി വെക്കാതിരിക്കുക. ഓക്കെ, ഹീലിംഗിൽ മാത്രം ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. കഴിഞ്ഞു പോയതിന് അത് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആയിരിക്കാതിരിക്കുക, അത് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല. ഡ്രസ്സിംഗ് അപ്പ്, ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡ്രസ് അപ്പ് ആൻഡ് പാർട്ടി, ഫൺ ടൈംസ് അഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒക്കേഷൻ, സെലിബ്രേഷൻസ് ഒക്കെ പങ്കെടുക്കാനായിട്ട് അവസരമൊക്കെ കിട്ടുമ്പോൾ യു ഷുഡ് ഡ്രസ് അപ്പ്. ഓക്കെ, നല്ല രീതിയിൽ ഒരുങ്ങി തന്നെ, ആ സിറ്റുവേഷന് ചേരുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരുങ്ങി തന്നെ പോവുക. നിങ്ങൾ നിങ്ങളെ തന്നെ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. അത് ഒരു തരത്തിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ എംബ്രേസ് ചെയ്യുന്നതിന് തുല്യമാണ് നിങ്ങൾ ആ ഡ്രസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി പ്രസന്റ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ സെൽഫ് വർത്ത് തിരിച്ചറിഞ്ഞ് പെരുമാറുക എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് സെൽഫ് ലവ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്യണം എന്ന് നിങ്ങളോട് പറയുന്നു. അബണ്ടൻസ്, ഓപ്പൺ യുവർ ഹാർട്ട് ടു റിസീവ് ദ അബണ്ടന്റ് ലവ് ദ യൂണിവേഴ്സ് ഹാസ് ടു ഓഫർ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ അബണ്ടന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, അവർക്ക് ഓൾറെഡി ആ ഒരു അബണ്ടന്റ് എനർജിയാണ് ഉള്ളത്. അപ്പൊ അത് ആ ഒരു അബണ്ടന്റ് എനർജിയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് മോഡലായിരിക്കണം. അപ്പോൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസ്, ഹാർട്ട് ചക്രയുടെ ബീജ് മന്ത്രമൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഗാർഡഡ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അത് വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള ആ ഒരു ലവ്, ആ കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി അബണ്ടന്റ്. ഓക്കെ, വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം, അതാണ് നിങ്ങളോട് പറയുന്നത്. ഹാർട്ട് ബ്രേക്ക് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഇറ്റ് വിൽ പാസ്.
ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു വിഷമം, ഓക്കെ, ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം അത് കഴിഞ്ഞു പോകും. ഇതിൽ തന്നെ നിങ്ങളുടെ ലൈഫ് അവസാനിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ നല്ല ഒരു കണക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. പറഞ്ഞപ്പോൾ കിട്ടിയ കാർഡാണ് വിഷ്. സംതിങ് യു വിഷ് ഫോർ ഈസ് കമ്മിങ് ടു യുവർ ലൈഫ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ നൽകാൻ പറ്റുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറെടുക്കുക. അപ്പോൾ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാം. ഈ ഹീലിംഗിന്റെ ഭാഗമായിട്ട് ഹീലിംഗിനോടൊപ്പം തന്നെ സെൽഫ് ലവും പ്രാക്ടീസ് ചെയ്യുക. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. ഓക്കെ, ഈ ഒരു കണക്ഷന് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. അപ്പൊ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ് അത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. കാരണം അതല്ല നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി ഒരു പുതിയ ഒരു റിലേഷൻ ആണ്. ഓക്കെ, ഒരു പുതിയ എനർജിയാണ്. പക്ഷെ അവർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയായിട്ട് മാറാനും അവർക്കേ സാധിക്കൂ. അല്ല, ഓക്കെ, അല്ലാതെ ഇപ്പോ അവസാനിച്ചു പോയ ബന്ധം ഉണ്ടല്ലോ, നിങ്ങളുടെ എക്സ്, ആ വ്യക്തിക്ക് ഒരിക്കലും അത് സാധിക്കില്ല. ഇപ്പൊ ഗ്രൂപ്പ് 2ന്റെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഹയർ സെൽഫ്, ആ ഹയർ സെൽഫിന് ഇപ്പോ ഗ്രൂപ്പ് 2ന് നൽകാനുള്ള ചാനൽഡ് മെസ്സേജസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് ഇവിടെ ഓൾറെഡി 3 ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. I sometimes convince myself you deserve someone better. That's how my fear of inadequacy hides. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഹയർ സെൽഫ് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു ഹീലിംഗിന്റെ ആ ഒരു സമയങ്ങളിൽ അവർക്ക് തോന്നിയിട്ടുണ്ട് എന്ത്, നിങ്ങൾ അവരെക്കാൾ നല്ലൊരാളെ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ, അതായത് അവരുടെ ഉള്ളിൽ ആ ഒരു പിടിവലിയൊക്കെ നടക്കുന്നതിന്റെ ഒരു അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സിന് ആ ഒരു ഭാഗമാണ് നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നത്. യു വിൽ നെവർ ഹാവ് ടു ബെഗ് ഫോർ മൈ അറ്റൻഷൻ. ഐ വിൽ സീ യു ക്ലിയർലി ഫ്രം ദ സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് അവരുടെ അറ്റൻഷന് വേണ്ടി നിങ്ങൾക്ക് യാചിക്കേണ്ടി വരില്ല. അവർ നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു അറ്റൻഷൻ അവർ തുടക്കം മുതലേ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ, എവറി ടൈം ഐ അവോയ്ഡ് ഹീലിംഗ് ഐ ഡിലേ അവർ മീറ്റിംഗ്. ഐ എം അവെയർ ആൻഡ് ഐ എം ട്രൈങ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി അവരുടെ ഹീലിംഗ്, ഓക്കെ, ആ ഹീലിംഗ് പീരീഡിൽ നിങ്ങളിൽ ചിലരുടെ ഈ പറഞ്ഞ പോലെ ജേർണി എവിടെയാണോ ആയിരിക്കുന്നത് അത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ആ ഒരു ഹീലിംഗ് ജേർണിയിൽ അവർ ചില സമയങ്ങളിൽ അവർക്ക് ആ ഹീലിംഗ് അവോയ്ഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതാണ് ആക്ച്വലി മീറ്റിംഗ് ഡിലേ ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ബാധകമാണ്. ഇവിടെ ഒരു മിററിംഗ് എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, അപ്പോൾ ആ മിററിംഗ് എനർജി ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനോട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെ ഇടയിലും കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ തന്നെയാണ് ഏകദേശം അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളും ഹീലിംഗ് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ട്രൂ പാർട്ട്ണറും തമ്മിലുള്ള ആ ഒരു ഡിവൈൻ യൂണിയൻ അതിനും താമസം ഉണ്ടാവും, അതും നേരം വൈകും. ഓക്കെ, അപ്പോൾ ശ്രമിക്കുക, ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഹീലിംഗ് തുടരുന്നതിന് ശ്രമിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. You trigger my wounds not because you hurt me but because you reflect the parts I have buried. അപ്പോ നിങ്ങൾ അവരെ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഒരു സ്ട്രോങ് എനർജറ്റിക്കൽ അലൈൻമെന്റ്, എനർജറ്റിക്കലി ഒരു കണക്ഷൻ നിങ്ങളുടെ ഇടയിൽ എനിക്ക് കാണുന്നുണ്ട്. അതാണ് ഇങ്ങനത്തെ മെസ്സേജസ് വരുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആ വ്യക്തി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ ഉടനടി അവർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഹീൽ ചെയ്യാതെ എന്താ പറയുക സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള അവർക്ക് ചില വൂണ്ട്സ് ഉണ്ട്, അതൊക്കെ ട്രിഗേർഡ് ആവുകയാണ്. കാരണം അത് ട്രിഗേർഡ് ആവുന്നത് എന്തിനാ വെച്ചാൽ ആ ഹീലിംഗ് അത്യാവശ്യമാണ്. ആ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അത് ട്രിഗേർഡ് ആകുന്നത്. When you pull back to protect your peace, my shadow panics, fearing I have lost control.
ഓക്കെ. അപ്പൊ ഇവിടെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവരിൽ നിന്ന് ആ ഒരു പുൾ ബാക്ക് ചെയ്യുന്നത് അവർക്കും സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് സംഭവിക്കുമ്പോൾ അവർ റെസ്റ്റ്ലെസ് ആവുകയാണ്. കാരണം അവർക്ക് പേടിയാണ്, നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊരു പേടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹീലിംഗ് വളരെയധികം അത്യാവശ്യമാണ്. ആ ഹീലിംഗിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത്, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഇപ്പോൾ ഒരു എനർജി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ആ ഹീലിംഗ് നടന്നു എന്ന് പറയും. പക്ഷെ അപ്പോഴും ആ ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പോന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ചാനൽ മെസ്സേജസും കൂടെ എടുക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു പൊട്ടും പൊടിയൊക്കെ എവിടെയൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഹീൽഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ ദ സെൻസ് അവർ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഫാസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി ഇങ്ങനെ മറന്നു പോകുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ ആകുന്ന ഒരു എനർജിയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ആ ഒരു ട്രിഗറിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഓൾമോസ്റ്റ് എൻഡിലായിട്ടാണ് അവർ നിൽക്കുന്നത്. ആ ഹീലിംഗിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവർ എത്തി നിൽക്കുന്നത്. സ്റ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്. ആ ഹീലിംഗിൽ നിങ്ങളോട് ഫോക്കസ് ചെയ്യാനാണ് ഈ ചാനൽ മെസ്സേജസിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. അപ്പൊ ഈ ഒരു റീഡിങ്ങിന്റെ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആയിരിക്കും കേട്ടോ. അപ്പം ഗ്രൂപ്പ് 2ന്റെ ഫ്യൂച്ചർ സ്പൗസ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ക്ലൂസ് ആണ് ഈ റീഡിങ്ങിലൂടെ നൽകാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞാല് 14 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം അവരുടെ. ഓക്കെ, 27, 30, ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ ജനിച്ച ദിവസമായിരിക്കും കേട്ടോ. തിങ്കൾ, വെള്ളി, ശനി. പിന്നെ കന്നിമാസം കിട്ടിയിട്ടുണ്ട്, അവർ ജനിച്ച മാസം കന്നിമാസമായിരിക്കാം. കർക്കിടകം രാശി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ക്യാൻസർ പ്ലേസ്മെന്റ് ഉണ്ടാകാം. പിന്നെ 2 നക്ഷത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്, പൂരോരുട്ടാതി, തിരുവാതിര. ഇതിലേതെങ്കിലും അവരുടെ നാളായിരിക്കാം, അതിനും സാധ്യത കാണുന്നു. ഇനി അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, അത് അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിലൊക്കെ ഉള്ള അക്ഷരങ്ങളായിരിക്കാം. ള, ൽ, ഹ, ആ. ഓക്കെ, ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ലെറ്റേഴ്സ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ടാരോ സർവീസ് തുടങ്ങിയതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതായത് ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ്. ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്നൊരു ചോദ്യത്തിൽ നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഫിസിക്കൽ ട്രൈറ്റ്സ്, ഫസ്റ്റ് മീറ്റ് ഡീറ്റെയിൽസ്, മാരേജ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടൈപ്പ് ഓഫ് മാരേജ്, പോസിബിൾ ടൈം ഫ്രെയിം, ഇതാണ് നമ്മൾ നോക്കുക കേട്ടോ. പിന്നെ ഫ്യൂച്ചർ സ്പൗസിന്റെ കരിയർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ ക്യാപ്സ്യൂൾ ക്ലൂസ്, ചാനൽ മെസ്സേജസ്, ഒറക്കിൾ മെസ്സേജസ്, അങ്ങനെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലസ് യൂണിവേഴ്സ് നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ റിച്വലും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള റീഡിംഗ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഡയറക്ട്ലി ബുക്ക് ചെയ്യാം, അങ്ങനെ ബുക്ക് ചെയ്യാം. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ കമന്റ് സെക്ഷനിൽ ഉണ്ട്. അതോടൊപ്പം കോൺടാക്ട് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, റീഡിംഗ് ബുക്ക് ചെയ്ത് 2 ദിവസത്തിനുള്ളിലാണ്
റീഡിംഗ് കിട്ടുക കേട്ടോ. അത് പല ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ഇല്ല, 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അങ്ങനെയാണ് റീഡിങ്ങിന്റെ ഒരു എന്താ പറയണ്ടേ ഡെലിവറി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നിങ്ങളോട് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ 2026 ആയപ്പോൾ അവരുടെ എനർജി എന്താണ്. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ഫ്യൂച്ചർ സ്പൗസ്, അവർ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാണ്? ഓക്കെ, അവരുടെ നേച്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ ഒരു കറണ്ട് എനർജി എന്താണ്, ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെയാണ് ഇതിലൂടെ വരിക കേട്ടോ. ഒരു പൊതുവെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കാണുന്നു. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അതൊക്കെ അത് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് അവർക്ക്, അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വസ്ഥതയും സമാധാനവും ശാന്തതയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അവരുടെ കഴിവുകളിൽ അവർക്ക് വളരെയധികം വിശ്വാസം ഉള്ള ഒരാളാണ്, വളരെ കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ ഏതൊരു കാര്യവും അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം അവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അതിനു വേണ്ടുന്ന അവസരങ്ങൾ അവരുടെ ചുറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു എനർജി അവർക്കുണ്ട്, അവരത് റിയലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം നമുക്ക് 8 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആണ് ആക്ച്വലി. എന്തൊരു കാര്യവും അവർക്ക് നേടിയെടുക്കാൻ പറ്റും, അവർ ആഗ്രഹിക്കുന്നത് പോലെ. അസാധ്യം തോന്നുന്ന കാര്യങ്ങൾ പോലെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അവരതിനെക്കുറിച്ച് അവെയർ അല്ല. ഓക്കെ, അവർക്ക് ഇത്രയും ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഇത്രയും സ്ട്രോങ് ആണെന്ന് അവർക്ക് അവെയർ അല്ല. വളരെ മെച്ചോർ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജി ഉണ്ട്, ഡിവൈൻ ടൈമിങ്ങിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ പറയണ്ടേ, യൂണിവേഴ്സ് വളരെയധികം ഒരു ഫേവർ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു എല്ലാം അതിന്റെ ശരിയായ സമയത്ത് നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാള്. ഓക്കെ, അത് ഡിവൈൻ ടൈമിംഗ് ആണ് ചിലപ്പോൾ അവെയർ ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ സ്വതവേ പറയുന്ന ഒരു കാര്യമാണ് എവറിത്തിങ് വിൽ ഹാപ്പൻ അറ്റ് ദ റൈറ്റ് ടൈം. അത് അവരെങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അവരത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് അവർ ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ടൈമിങ്ങിൽ വളരെയധികം വിശ്വസിക്കുന്നു. പിന്നെ വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു, വളരെ ഗ്രൗണ്ടഡ് ആണ്, മെച്ചോർ ആയിട്ടുള്ള ഒരു എനർജിയാണ് അവർക്ക് കാണുന്നത് കേട്ടോ. പിന്നെ അവർ കരിയർ വൈസ് ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിൾ സെക്യൂർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് കാണുന്നു. ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, ജിമ്മിലൊക്കെ പോകുന്ന ഒരാളായിരിക്കാം. യെസ്, ഫാമിലി ലൈഫിൽ വിശ്വസിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫെയറി ടെയിൽ റൊമാൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന, ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ ഓക്കെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ട്രഡീഷണൽ മാരേജിൽ വിശ്വസിക്കുന്നുണ്ട്, ആ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാരേജ് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആകാൻ, ഒരു കുടുംബമൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് എന്തൊരു കാര്യവും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും അവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഒരു എന്താ പറയുക, ഏതൊരു കാര്യവും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ മുൻപ് നിരാശയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, എനിക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത്. മനസ്സിലായ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിരിക്കാം. അവർ ഡെഫിനറ്റ്ലി ഒരു റീബർത്തിലൂടെ കടന്നു പോയതായിട്ട് കാണുന്നു. കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അവർക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള 2026 വരെയുള്ള അവരെയും അതിന് ശേഷമുള്ള ഇപ്പൊ തുടങ്ങിയിട്ടുള്ള അവരുടെ ഒരു ക്യാരക്ടർ രണ്ടായിരിക്കും. അപ്പോൾ വളരെ ഡിഫറൻസ് അവരുടെ ഒരു ചിലപ്പോൾ ഒരു അവരെ കാണുന്നതിൽ പോലും അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ പോലും ആ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കുറെ നാൾ മുൻപ് കണ്ടവർക്കൊക്കെ ചിലപ്പോൾ അവരെ മനസ്സിലാക്കാൻ തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്, കാരണം അത്രയും ഡിഫറൻസ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അവർക്ക് സംഭവിക്കുക. അവരുടെ ഒരു ബിഹേവിയർ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, എല്ലാത്തിലും ആ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ലിറ്ററലി ഒരു റീബർത്ത് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അവര് അത്രമേൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്.
ഓക്കെ, അത്രയും സ്ട്രഗിളിങ് ആയിട്ടുള്ള, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ് അവർ. അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് നടന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എന്തുണ്ട്, ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. യെസ്, പക്ഷെ അവരുടെ ഒരു ഹീൽഡ് എനർജിയാണ് അവർക്ക് ഉള്ളത്. അതായത് അവർ ഹീലിംഗ് ജേർണിയിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഹീലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഗ്ലോ അപ്പ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു കോൺഫിഡൻസിൽ ചേഞ്ച് വരുന്നു. വളരെ ഒരു എന്താ പറയാ, അവർക്ക് അവരിൽ ഉള്ള ആത്മവിശ്വാസം വരെ കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നു. ആത്മധൈര്യം, മനസ്സിന്റെ ധൈര്യം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവരായിട്ട് തന്നെ നിൽക്കുകയാണ്. അവർ ഒതന്റിക് സെൽഫിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അവർ ആ ട്രൂ വേർഷൻ, അവർ ഒതന്റിക് വേർഷനെയാണ് അവർ ഇപ്പോൾ എംബ്രേസ് ചെയ്തിരിക്കുന്നത്. ഈ റിബർത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം അതാണ്. അവരാരാണോ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ നിൽക്കുക. ഓക്കെ, ഏറ്റവും ഹെൽത്തി വേർഷനായിട്ട് നിൽക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്ന ഒരു പ്രകൃതം അവർക്ക് ചിലപ്പോൾ മുന്നുണ്ടായിരുന്നിരിക്കാം, ഇപ്പൊ അതില്ല. ഓക്കെ, വാവ്. അവരിലും ആ ഡിവൈൻ ഫെമിനിൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. വളരെയധികം ഒരു എനിക്ക് തോന്നുന്നത് പോകെ പോകെ സംഭവിക്കുന്ന ഒരു എനർജറ്റിക്കൽ ഷിഫ്റ്റ് ആണ്. കാരണം കാർഡ്സ് വരുന്ന രീതി അങ്ങനെയാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും അവരുടെ എനർജി വളരെയധികം ഹൈ വൈബ്രേഷനിലാവുന്നുണ്ട്. അവർ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു. ഒരുപാട് എന്താ പറയാ ബ്ലെസ്സിങ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് അവർ അനായാസം അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി അത് അട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതായത് ചെറിയ രീതിയിലെങ്കിലും അവരത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ കാര്യങ്ങള്, ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിട്ട് അവർ എന്ത് കാര്യം ആഗ്രഹിക്കുമ്പോഴും അതുപോലെ നടക്കുക, അവർക്ക് ഫേവർ ആയിട്ട് നടക്കുക, ഒന്നിന്റെയും പിറകെ പോകാതിരിക്കുക, ഒന്നിനെയും ചേസ് ചെയ്യാതിരിക്കുക. ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അവർ ഒന്നിനെയും ചേസ് ചെയ്യുന്നില്ല. ഓക്കെ, അവർക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് കൃത്യമായിട്ട് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിക്കുന്നു. അവർ ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുന്നു. ഞാൻ പറയല്ലോ, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. പിന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലാണ് അവരായിരിക്കുന്നത്. ലൈഫിൽ കാര്യമായിട്ടുള്ള ഷിഫ്റ്റ്, ചേഞ്ചസ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ ന്യൂ ബിഗിനിങ്സ്, സഡൻ എൻഡിങ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ഗുഡ് ന്യൂസസ് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, കാര്യമായ ട്രാൻസ്ഫോർമേഷൻസിന്റെ ഒരു വർഷം കൂടിയാണ് 2026. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം, അവരുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ അവരതിലധികം ഒരുപാട് എക്സൈറ്റഡ് ആകുന്നില്ല, ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്നില്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ചിലപ്പോൾ അവരുടെ കരിയറിലായിരിക്കാം, അതിൽ ഫോക്കസ് ചെയ്ത് അവർ മുന്നോട്ട് പോവാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് അവരൊന്നും എന്തായിരിക്കും ഭാവിയിൽ വരാനിരിക്കണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കാത്ത, അങ്ങനെയൊന്നും ഉള്ള ചിന്തകൾ കാണുന്നില്ല. കുറച്ച് സ്പിരിച്വൽ ആക്ടിവിറ്റീസിലേക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് കാണും. ചിലപ്പോൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു എന്താ പറയാ, പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ, പാസ്റ്റിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് എന്താ പറയണ്ടേ, ആ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അവരിപ്പോഴും അവരുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് അവരുടെ ആ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലൈഫിൽ കൂടുതൽ ബാലൻസ്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ദിവസം ചെല്ലും തോറും. എന്നാൽ അവരതിൽ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് മറന്നു പോകുന്നില്ല. അവരതിന് ഗ്രേറ്റ്ഫുൾ ആണ്, അവരത് എൻജോയ് ചെയ്യുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യങ്ങളെ ഒന്നും അവർ കൈവിടുന്നില്ല. ആ ലക്ഷ്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് കൂടുതൽ എന്താ പറയാ, ഒരു സ്റ്റേബിൾ സസ്റ്റൈനബിൾ ഗ്രോത്ത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവാണ്. ഓക്കെ, കരിയർ ഫോക്കസ്ഡ് ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കരിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഡിവൈൻ യൂണിയന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, വാഹ്, അണ്ടർലൈൻ എനർജി നോക്കൂ, ലവേഴ്സ് ആണ്. യെസ്, അവര് ഇപ്പൊ ലൈഫില് ഈ പറഞ്ഞ പോലെ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ അതേ ഇമ്പോർട്ടൻസിൽ അവരെ വർക്ക് ചെയ്യുന്ന അവരുടെ ലക്ഷ്യമാണ് അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്റെ അടുത്ത്, അവരുടെ ഡിവൈൻ യൂണിയൻ, അതായത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന്, നിങ്ങളുമായിട്ടുള്ള ഒരു ഒത്തുചേരലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, ആ ഒരു ലൈഫ് ലോങ് സ്റ്റേബിൾ സെക്യൂർ റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ഡിവൈൻ യൂണിയനിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന പ്രിപ്പറേഷനിലാണ് അവരിപ്പോൾ. ഓക്കെ, അതിനും അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവർ ധൃതി വെക്കുന്നില്ല. പക്ഷെ ആ ഡെസ്റ്റിൻഡ് പാർട്ട്ണറുടെ ഒപ്പം മാത്രമേ സെറ്റിൽഡ് ആകുള്ളൂ എന്നുള്ളൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നു. അവരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻസ്. ഓക്കെ, അപ്പൊ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിൽ മാനിഫെസ്റ്റേഷൻ റിച്വൽ ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു എന്താ പറയാ,
ഇപ്പൊ ഒരു സെപ്പറേഷൻ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. അതായത് നിങ്ങളിപ്പോ ഒരുമിച്ചല്ല അല്ലല്ലോ, ആ ഒരു ഒരുമിച്ചാകുന്നതിന് ആ ഡിവൈൻ ടൈമിങ്ങിൽ കറക്റ്റ് ടൈമിന് ഡിലേ ഒന്നും ഇല്ലാതെ നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു യൂണിയൻ സംഭവിക്കുന്നതിന് വേണ്ടുന്ന മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അവർ ചെയ്തുകൊണ്ട് ഓക്കെ വളരെ പേഷ്യൻ്റ് ആയിട്ട് പ്രസന്റ് മൊമെന്റിൽ തന്നെ നിന്നുകൊണ്ട് ഗ്രൗണ്ടഡ് ആയിട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബ്യൂട്ടിഫുൾ എനർജിയാണ്. വളരെ ഒരു എന്താ പറയണ്ട പീസ്ഫുൾനെസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടി റീഡ് ചെയ്തപ്പോൾ. റെസ്റ്റ്ലെസ് എനർജി ഇല്ല, വിച്ച് മീൻസ് അവരും ആ ഒരു എനർജി, ആ പീസ്ഫുൾ എനർജി എംബ്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ സ്പൗസും ഈ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുമായിട്ടുള്ള ഈ കണക്ഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറക്കിൾ മെസ്സേജസ്. ഫസ്റ്റ് വൺ, സ്പാർക്സ്. കീപ് ദ സ്പാർക്സ് ഫ്ലൈയിങ്, സർപ്രൈസ് ഈച്ച് അതർ വിത്ത് ജസ്റ്റേഴ്സ് ഓഫ് ലവ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം, എന്താ പറയുക, സർപ്രൈസ് ചെയ്യാൻ പറയുമ്പോൾ രണ്ടുപേര് ആ ഒരു ഇൻ ദ സെൻസ് ഈ ഒരു മെസ്സേജിന്റെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ആ തുടക്കത്തിലുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് അത് എപ്പോഴും ലൈഫ് ലോങ്ങിൽ അത് നിങ്ങൾക്ക് കൊണ്ട് പോകാനായിട്ട് സാധിക്കണം. അത് സാധിക്കും. അത് രണ്ടുപേരും ഒരുപോലെ വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി അത് സാധിക്കുന്നതാണ്. Individuality. Be wary of possessive partners. Maintain your individuality. Be yourself. Okay. ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു പൊസസീവ് എനർജി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു മെസ്സേജ് പറയുന്നത്. അവർ പൊസസീവ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. അവർ ആ പൊസസീവ്നെസ്സിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പൊസസീവ് നേച്ചർ കൊണ്ട് നിങ്ങൾ വേറൊരാളായിട്ട് മാറാതിരിക്കാൻ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കണം എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നു. Twin flame. Trust the magnetic pull of your twin flame. It will guide you towards them. നിങ്ങളിൽ ചിലർ ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം, ട്വിൻ ഫ്ലെയിമിനെ ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗുഡ് ന്യൂസ് ആണ്. ഈ ട്വിൻ ഫ്ലെയിമിന്റെ ഒരു നിങ്ങളുടെ ഇടയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് പുൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. കാരണം അതാണ് നിങ്ങളെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിലേക്ക് എത്തിക്കുക. റൈറ്റ് പാത്ത്. ലവ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് നിങ്ങൾ റൈറ്റ് പാത്തിലാണോ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒരു സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരമാണ് യെസ്, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Attraction. You are attracting the right person at the right time into your life. എല്ലാം ഡിവൈൻ പ്ലാൻ പ്രകാരം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുകയാണ്. ഓക്കെ, റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിരിക്കും. നിങ്ങളത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ റൈറ്റ് പാത്തിലാണോ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് കൊണ്ടാണോ ഇതുവരെ യൂണിയൻ നടക്കാത്തത്, അങ്ങനത്തെ ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി channel messages. Our love will be peaceful, grounded and kind, the kind that feels like coming home. നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ ഒരു നേച്ചറാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഹയർ സെൽഫ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the more you love your solitude, the closer you come to meeting me, because we will meet in wholeness, not in emptiness. സെൽഫ് ലവ് ജേർണിയിൽ ആയിരിക്കുക, അതിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് എനിക്ക് ഈ ഒരു മെസ്സേജ് എടുത്തിട്ട് ഈ ഒരു കാർഡ് എടുത്തപ്പോൾ ഇത് നമ്മൾ പറയില്ലേ ഡേജാവു എന്ന് പറയില്ലേ, മുൻപ് ഇതുപോലെ നടന്നിട്ടുണ്ട്, ആ ഒരു ഫീലാണ് എനിക്ക് വന്നത്. എന്താണെന്നറിയില്ല, ബിക്കോസ് ഞാൻ ഈ കാർഡ് ഈ അടുത്തുണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആ ഒരു ഫീല് വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. ഇതുപോലൊരു സ്പ്രെഡ് ചെയ്ത് ഏകദേശം ഇതേപോലൊരു മെസ്സേജ് വായിച്ചിട്ട് ആ ഒരു സീൻ അത് മുൻപ് നടന്നിട്ടുണ്ട് എന്ന് വളരെ ശക്തമായി തോന്നുന്നു. ഓക്കെ, I'm not far, I'm walking towards you through lessons that will teach me how to hold you right. അത്ര ദൂരെയൊന്നുമല്ല. ഓക്കെ, ഡിവൈൻ യൂണിയൻ വളരെ അടുത്താണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ തയ്യാറാവുക. അവര് പാഠങ്ങൾ പഠിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആവണ്ടേ, ഏറ്റവും ബെസ്റ്റ് ആവണ്ടേ. അപ്പൊ അതിന് വേണ്ടുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവരത്ര ദൂരത്തൊന്നുമല്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സോളിറ്റ്യൂഡിനെ ഇഷ്ടപ്പെടുക. എത്രത്തോളം നിങ്ങളുടെ സെൽഫ് ലവ് ജേണിയിൽ നിങ്ങളോടൊപ്പമുള്ള സമയം നിങ്ങൾ ആസ്വദിക്കുന്നു, അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും ആയിട്ടുള്ള ഒരു ഒത്തുചേരലിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ആ സെൽഫ് ലവ് ജേണിയിലായിരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു പൂർണ്ണതയിലെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും ആ സെൽഫ് ലവ് ജേണിയിലാണ്. അങ്ങനെയാണ് അവരെ ആ ഒരു പൂർണ്ണതയിലെത്തുന്നത്. രണ്ടുപേരും ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഒന്നിച്ചു ചേരേണ്ടത്. ഓക്കെ, അപ്പോഴാണ് റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആകുക. ഒരാളുടെ ജീവിതത്തിലുള്ള ഒരു ഒഴിവിനെ നികത്താനല്ല മറ്റാൾ വരേണ്ടത്. ഓക്കെ, യു വിൽ നെവർ ഹാവ് ടു ബെഗ് ഫോർ മൈ അറ്റൻഷൻ, ഐ വിൽ സീ യു ക്ലിയർലി ഫ്രം ദ സ്റ്റാർട്ട്. ഈ വ്യക്തി എപ്പോഴും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന അറ്റൻഷൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അവർക്ക് എപ്പോഴും നിങ്ങളെ കാണാൻ സാധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോഴും അവർ കാണുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ അറ്റൻഷന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഇങ്ങനെ പിറകെ നടക്കേണ്ടതായിട്ടൊന്നും വരില്ല. The love you are learning to give yourself is the same love I will mirror back to you. നിങ്ങൾക്ക് നൽകാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നിങ്ങൾ സെൽഫ് ലവ് ജേർണിയിലാണ്. അപ്പം നിങ്ങൾ പഠിക്കുകയാണ് സ്വയം എങ്ങനെ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം, നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും നിങ്ങൾക്ക് നൽകുന്നത്. അവർ സിംപ്ലി നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് അത് മിറർ ചെയ്യുക മാത്രമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഒരു ഡ്യൂട്ടി. അവരതേ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് നമ്മളെപ്പോഴും ഈ റിലേഷൻഷിപ്പ് റീഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ, പേഴ്സണൽ റീഡിങ്സ് എടുത്തവർക്ക് അറിയാം, സെൽഫ് ലവ് എന്നുള്ള കൺസെപ്റ്റ് വളരെയധികം ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം അത് ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ പാർട്ട്ണർ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ സെൽഫ് ലവ് കൂടിയേ തീരൂ. ഓക്കെ, സെൽഫ് ലവിലായിരിക്കുമ്പോൾ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ പാർട്ട്ണർ നമ്മൾ സ്നേഹിക്കേണ്ടത്, കെയർ ചെയ്യേണ്ടത്, അത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നതാണ് സെൽഫ് ലവ്. നമ്മളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സെൽഫ് ലവ്. ഓക്കെ, നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് സെൽഫ് ലവ്. അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പാർട്ട്ണർ അതങ്ങനെ തന്നെ മിറർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അയ്യോ, കാർഡുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി. ഞാൻ ശരിയാക്കാം. ഉള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് ആ വന്ന് കിടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ക്യാപ്സ്യൂൾ ക്ലൂസ് ഉണ്ട്. ഞാൻ ഇതിൽ അവസാനിപ്പിക്കുകയാണ്, കാരണം ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ വെക്കാൻ പറ്റും, അത്രയധികം കാർഡ്സ് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, പ്രധാനപ്പെട്ട തീയതികൾ ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം. അത് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ അവരുടെ ജനന തീയതി ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ബാക്കി ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. 1, 4, 6, 12, 13, 24, 27, 29, 30. ഓക്കെ, ഇനി നമുക്ക് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച അവർ ജനിച്ച ദിവസമായിരിക്കാം. പിന്നെ മാസങ്ങൾ കിട്ടിയിട്ടുള്ളത്, മാസങ്ങളും രാശികളും കിട്ടിയത് ഭയങ്കര ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. വൃശ്ചികം, ധനു, കുംഭം. ഓക്കെ, ഇതാണ് 3 മാസങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇനി രാശികൾ ഞാൻ തരാം. ധനുരാശി, കുംഭം രാശി, മീനം രാശി, മേഢം രാശി. ഓക്കെ, ധനു കുംഭവും അത് മാസങ്ങളിലും വന്നിട്ടുണ്ട്, രാശിയിലും വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് പ്ലേസ്മെന്റ് ആയിട്ട് കാണുന്നു. ഇനി നമുക്ക് നാളുകൾ കിട്ടിയിട്ടുണ്ട്, ജന്മനക്ഷത്രങ്ങൾ. ഓക്കെ, അത് റെസനേറ്റ് ചെയ്യുന്നവർ സ്വീകരിക്കുക. അവിട്ടം, പൂരോട്ടാതി. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭരണി, ഉത്രട്ടാതി. ഇനി നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉള്ള അക്ഷരങ്ങളായിരിക്കാം. ഖ, ഘ, ഠ, ഢ, ഐ, ശ, ഓ, വ. ഓക്കെ,
ഇത്രയുമാണ് അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റെസനേറ്റ് ചെയ്തതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ മാറ്റി നിർത്തുക. കാരണം ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ റീഡിംഗ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ച ക്ലാരിറ്റി ഒക്കെ ഈ റീഡിങ്ങിലൂടെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്ന ഒരു റീഡിംഗ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു സർവീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ സ്പൗസ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് ബുക്ക് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിലൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഫിസിക്കൽ ട്രൈറ്റ്സ്, കരിയർ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, മാരേജ് ഡീറ്റെയിൽസ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സൂൾ ക്ലൂസ്, റൊമാൻസ് ആൻഡ് ലവ് ഒറക്കൽ മെസ്സേജസ്, പിന്നെ ചാനൽഡ് മെസ്സേജസ്, കൂടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കുക എന്നുള്ള ആ ഒരു ഗൈഡൻസ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന് മുൻപ് റീഡിംഗ് എടുത്തവർക്ക് അറിയാം, സാധാരണ ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞ റീഡിംഗ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും പിന്നെ ഫസ്റ്റ് മീറ്റ് ഡീറ്റെയിൽസ്, മാരേജ് ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡഡ് ആവാറുള്ളൂ. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആണ്. ഇതിൽ കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് റീഡിംഗ് കിട്ടുക. ഓക്കെ, അത് ആ ഡെലിവറി ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, സെക്കൻഡ് ഡേ, ബുക്ക് ചെയ്ത് സെക്കൻഡ് ഡേ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഡീറ്റെയിൽസ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു പ്ലസ് ഡെലിവറി ഓപ്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.